നമ്മൾ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ മിനിറ്റിലും എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തെങ്കിലും സംതിങ് വിച്ച് യു നോട്ടഡ് വിച്ച് നോബഡി എൽസ് ഹസ് നോട്ടഡ് ഇൻ മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ? പ്രധാനമായിട്ട് ഞാൻ അവരെ നോക്കിക്കാണുന്ന ഒരു ആക്ടേഴ്സ് എന്നുള്ള നിലവിലല്ല, ഞാൻ എഡിറ്റിംഗ് ടേബിൾ ഒരുപാട് ഇവരെ ജോലി. അപ്പോൾ എനിക്ക് ലാൽ സാർ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത സിനിമകളിൽ ഐ വിൽ നെവർ ഫൈൻഡ് എ കട്ട്. എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡയറക്ടർ കട്ട് വിളിച്ചിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, പക്ഷേ എഡിറ്റർ ഹാസ് ടു കട്ട് ബിഫോർ ദാറ്റ് ബിക്കോസ് വി ഹാവ് ടു പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ഷോട്ട്. ഈ കട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നിൽക്കുമ്പോൾ അത് കൊള്ളാലോ, ഇതും കൊള്ളാലോ, അത് പിന്നെയും കുറച്ചുകൂടെ ഒരു വീണ്ടും ഒരു 2 സെക്കൻഡോട് വെക്കും. അപ്പോൾ വീണ്ടും കട്ട് ചെയ്യാൻ നോക്കുക, ഇതും കൊള്ളാലോ. അങ്ങനെ പോയി ഈ ഡയറക്ടർ കട്ട് വിളിക്കുന്ന ആ ലാസ്റ്റ് സ്റ്റോപ്പ് ബ്ലോക്ക് വരെ ഇതെത്തും. മാജിക് ബോക്സ് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്, അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക ഈസ് വെരി ഷാർപ്പ് ഈ കാര്യത്തിൽ. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം, ബിക്കോസ് ഈസ് എ സ്റ്റോറി ടെല്ലർ വിത്തിൻ ഹിം. ഹീ നോസ് വെയർ ദ ഫിലിം ഇസ് ഹെഡിങ്. അത് ക്ലൈമാക്സിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിൽ അത് ക്ലൈമാക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി പെർഫോം ചെയ്യും. ഇത് ബിഗിനിങ് ആണെങ്കിൽ ബിഗിനിങ് എന്ന് അറിഞ്ഞുകൊണ്ട് പെർഫോം ചെയ്യും. മിഡിൽ ആണെങ്കിൽ ആ മിഡിൽ എക്സാക്ട്ലി മിഡിലായിരിക്കും. ഹീ നോസ് ദ ഗ്രാഫ് ഓഫ് ദ ഫിലിം. സോ അതായത് ഞാൻ ഇത്രയും ഒരു സിനിമയുടെ ഗ്രാഫ് ശ്രദ്ധിച്ചൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ആൻഡ് വി വിൽ നെവർ റിയലൈസ് ഇദ്ദേഹം ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി. കാരണം ഒരു പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളൂ, ഒരിക്കലും ഒന്നിലധികം തവണ അദ്ദേഹം സ്ക്രിപ്റ്റ് വായിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു തവണയെ വായിച്ചിട്ടുള്ളൂ. ബിക്കോസ് ഈസ് വെരി ഷാർപ്പ് ഇൻ ദാറ്റ് സെൻസ്. അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്താ വരാൻ പോകുന്നത്, ഇതിന് മുമ്പ് എന്താ സംഭവിച്ചിരിക്കുന്നത് എല്ലാം അറിയാം. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ ഹിം ടു പോർട്രേ ദാറ്റ് തിങ്. പിന്നെ 2 പേർക്കൊരു കോമൺ ക്വാളിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ തിങ് വിച്ച് അത് ഞാൻ അവരുടെ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അവർ ഇത്രയും കാലം പ്രവർത്തിച്ച സംവിധായകർക്ക് കൊടുക്കുന്ന. കാരണം അവർക്ക് കിട്ടിയ വിസിബിലിറ്റി. നമുക്ക് ചില കാര്യങ്ങൾ ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ നമ്മളീ പറഞ്ഞ പോലെ കുറച്ചധികം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ലൈനിൽ എഴുതി വയ്ക്കുമ്പം ഇവർക്ക് 2 പേർക്കും ചിലപ്പോൾ ഒരു റിയാക്ഷൻ മതി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റിയാക്ഷനിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പിന്നെ എന്തിനാണ് ഈ ഡയലോഗ് പറയുന്നതെന്ന് തോന്നുന്നു. പണ്ട് തിലകൻ ചേട്ടൻ ആരോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ, ഇതെന്തിനാണ് ഇത് പറയുന്നത്, ഇതിങ്ങനെ നോക്കിയാൽ പോലെ എന്ന് ചോദിക്കുന്ന പോലെ അതുപോലെ തന്നെയാണ് അവർ പെർഫോം ചെയ്യുമ്പോഴും. സോ അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. വിച്ച് ഇസ് എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഓരോ മിനിറ്റിലും എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ വൺ റിയാക്ഷൻ ഇറ്റ് സെൽഫ് ഇസ് എവിഡൻറ്റ്. നമുക്ക് കഥ മുമ്പോട്ട് പോകാനുള്ള ഒരു ടൂളായിട്ട് അതിനെ മാറ്റുന്നുണ്ട്.